അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മുടെ യാത്ര എത്തിയിട്ടുള്ളത് ഇരിക്കൂർ നിലാമുറ്റം മക്കാമിൻ്റെ സമീപമാണ്. ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ മഹാന്മാരെ പറ്റി മനസ്സിലാക്കാം. സഹാബാക്കൾ അന്തിയുറങ്ങുന്ന സ്ഥലമാണ് നിലാമുറ്റം മക്കാം. കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിലാണ് ഈ മക്കാം സ്ഥിതി ചെയ്യുന്നത്. തളിപ്പറമ്പ് വഴിയും മട്ടന്നൂർ വഴിയും ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കഴിയും. പള്ളിക്ക് സമീപം വളപട്ടണം പുഴയുടെ തീരത്താണ് മക്കാം സ്ഥിതി ചെയ്യുന്നത്. 200-ലധികം മഹത്തുക്കൾ ഇവിടെ അന്തിയുറങ്ങുന്നുണ്ട്. 2 ഏക്കറിലേറെ വിശാലമായ ഭൂമിയാണിത്. 7 സ്വഹാബികളും നിരവധി താബിയകളും മറ്റു മഹാന്മാരും ഇവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്. മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഘത്തിലുണ്ടായിരുന്ന മാലിക് ബിനു കമാൽ റളിയല്ലാഹു അൻഹുവും മാലിക് ബിനു മുഹമ്മദ് റളിയല്ലാഹു അൻഹു എന്നിവരും ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഖബറുകളൊക്കെയും ഹിജ്റ 60 മുമ്പുള്ളതാണ് എന്ന് ഗവേഷകർ പറയുന്നു. പണ്ട് കാലത്ത് കൊടും കാടായിരുന്നു ഇവിടെ. വെറും 200 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ജനവാസം തുടങ്ങിയത്. ഇവിടുത്തെ ചില ഖബറുകളിൽ അറബി ലിപിയിലുള്ള പുള്ളികളില്ലാത്ത എഴുത്തുകൾ കാണാം. അറബി ഭാഷയ്ക്ക് ആദ്യകാലത്ത് പുള്ളികളില്ലായിരുന്നു. ഹിജ്റ 60 ശേഷമാണ് പുള്ളികളിട്ടുകൊണ്ട് അറബി അക്ഷരം എഴുതുന്ന രീതി ആരംഭിച്ചതെന്ന് ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് തന്നെയാണ് ഹിജ്റ 60 മുമ്പുള്ള ഖബറുകളാണ് ഇവിടെ നിലകൊള്ളുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കേരള മുസ്ലിം ചരിത്രകാരന്മാരിൽ പ്രഗത്ഭനായ CK കരീം സാഹിബും സലഫി ആശയക്കാരനും എഴുത്തുകാരനുമായ CN അഹമ്മദ് മൗലവിയും സംയുക്തമായി ഇവിടെ നടത്തിയ ഗവേഷണ പഠനങ്ങളിൽ നിന്ന് ഹിജ്റ 5 രേഖപ്പെടുത്തിയ ശിലാഫലകങ്ങൾ കണ്ടെത്തുകയും അവരത് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തത് നമുക്കിടയിൽ പ്രസിദ്ധമാണ്. എല്ലാ വർഷവും നിലാമുറ്റത്തെ മഹാന്മാരുടെ ആണ്ട് നേർച്ച സംഘടിപ്പിക്കപ്പെടുന്നത് ധനുമാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ധനുമാസം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലാണ് അത് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഉറൂസിന് ധനുപ്പത്ത് എന്ന് തദ്ദേശവാസികൾ വിശേഷിപ്പിക്കുന്നത്. ആധ്യാത്മിക രംഗത്ത് അത്യുന്നതരായ കഴിഞ്ഞുപോയ കേരളത്തിലെ പല ഔലിയാക്കളും ഈ മക്ബറകളുടെ ആധികാരികതയെ നമുക്ക് അറിവ് നൽകിയിട്ടുണ്ട്. മഹാനരായ ശൈഖുന ശംസുൽ ഉലമ AK അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവരുകൾ ഈ മക്ബറകളെക്കുറിച്ച് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അള്ളാഹു ഈ മഹാന്മാരുടെ ബറക്കത്തും കൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരുമാറാവട്ടെ. ഇനിയും ഒരുപാട് മഹാന്മാരുടെ ചാരത്തേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. അവരുടെ എല്ലാ ചരിത്രങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ എത്തിക്കാൻ പരമാവധി ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളി. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.